വകുപ്പ് ഏതായാലും സത്യസന്ധതയും നീതിയും പുലർത്തുമെന്ന നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ന്യൂസ് 18നോട്. ഇന്ത്യ മുന്നണിക്ക് കേരളത്തിലെ ഇടതുമുന്നണി മാതൃകയിൽ നയവും പരിപാടിക്കുള്ള സംവിധാനവും വേണം. പ്രധാനമന്ത്രി ആരാകുമെന്നത് അവസാന അജണ്ട മാത്രമാണ്. അതല്ല ആദ്യം ചർച്ച ചെയ്യേണ്ടത് എന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കൽ കൂടി മന്ത്രിസഭയിലേക്ക് വരുന്നു. ആദർശ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ്. ഈ ആദർശ രാഷ്ട്രീയം എന്നത് എല്ലാ രാഷ്ട്രീയക്കാരുടെ പേരിനൊപ്പവും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോടൊപ്പവും ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല. അഭിമാനം തോന്നുന്നൊരു നിമിഷം കൂടിയാണ്. ജനങ്ങൾക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പലതും. അപ്പോൾ ഇതിൽ ആരംഭകാലം തൊട്ട് പിന്നെ ഒരു വലിയ പ്രവർത്തനം നടത്തുന്നതാണ്. അത് ഞങ്ങൾ ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിച്ച് ഗാന്ധിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന ഒരു സന്ദേശം, മുഖസന്ദേശം പ്രകാശിതമാക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ഓരോ പദവിന്യാസങ്ങളിലും പ്രവർത്തനങ്ങളിലും അത് പ്രതിനിധീകരിക്കണം, അത് പ്രകടമാക്കണം എന്നുള്ള ഒരു വിശ്വാസ്യതയും സത്യസന്ധതയുമാണ് ഈ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഉത്തരവാദി പറയാനുള്ളത്. ഈ വകുപ്പിൻ്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ആയിട്ടില്ല, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് പറഞ്ഞു എന്നല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഏത് വകുപ്പാണ് എന്ന് നിശ്ചയിക്കേണ്ട പരമാധികാരി മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പിന്നെ പറയണം. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് അതാണ് എങ്കിൽ എന്നുള്ളതാണ്. ഇന്ന വകുപ്പ് എന്നല്ല, വകുപ്പ് ഏതായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന ആ വകുപ്പ് ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് സത്യനിഷ്ഠതയും നീതിയും വിശ്വാസ്യതയും പൂർവ്വം പുലർത്തുക, അത് പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടി ഉള്ള കഴിവ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ഒരു കാര്യം കൂടി, നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരികയാണ്, നവകേരള യാത്ര കഴിയുന്നു, കൃത്യമായി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടി നമ്മുടെ നാട് പോവുകയാണ്. അങ്ങ് ദേശീയ രാഷ്ട്രീയത്തിലും പാർലമെൻറ്റ് അംഗം കൂടി ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു ബദൽ നീക്കം, അതിൻ്റെ പ്രാധാന്യം എത്രയാണ്, അതിൻ്റെ പ്രസക്തി? ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ സങ്കീർണതയും പ്രത്യേകതയും കണക്കെടുത്തുകൊണ്ട് ഒരു ദേശീയ തലത്തിലെ മുന്നണി, ആ ദേശീയ മുന്നണി വേണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ച നിലപാടുണ്ട്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാതൃകയിൽ ഒരു ദേശീയ സംവിധാനം ഉണ്ടാകുന്നതാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോഗം ചേരുമ്പോൾ തന്നെ ആരാണ് മുഖ്യമന്ത്രി, ആരാണ് മറ്റേ മന്ത്രി എന്നല്ല, നയവും പരിപാടിയാണ് അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നിന്ന നയപരിപാടികൾ, ഇന്നിന്ന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കും. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു മാതൃകാ മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം. ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് ദേശീയാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകയിൽ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ മാറ്റം സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വവും സ്വാതന്ത്ര്യമൊക്കെ തന്നെ നിഷ്കാസിതമാകുന്ന ഒരു ഭരണ ഭീകരത ഇവിടെ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ക്രിയാത്മകമായ മാർഗം, ആ ക്രിയാത്മകമായ മാർഗങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് ഞാൻ പറഞ്ഞ പോലെ ഈ കേരളത്തിൻ്റെ ഈ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മാതൃകയിൽ അതിനുള്ള ഒരു കർമ്മപദ്ധതിയും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ, ആദ്യം തന്നെ അജണ്ട എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, ആരാണ് പ്രധാനമന്ത്രി, അതോടുകൂടിയിട്ടാണ് പണ്ട് ഞാൻ പാർലമെൻറ്റ് മെമ്പറായപ്പോൾ അന്ന് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നത്.